ഹലോ, പി സി ജോർജ് ഏട്ടൻ്റെ അടുത്ത് ഒരു കാര്യം പറയുവാണേ. പുള്ളി മിനിഞ്ഞാന്ന് ഈ നമ്മളെ തലയിൽ തുണിയിരുന്ന പ്രശ്നം പോയി. ജോർജ് ഏട്ടൻ്റെ ഒരു കാര്യം ഓർക്കുക, പി സി ജോർജ് ഏട്ടൻ. കാരണം ഞങ്ങൾ ഇസ്ലാമിലെ പെൺകുട്ടികൾക്ക് തലയിൽ തുണിയിടാൻ നിർബന്ധിക്കുന്നില്ല. കാരണം എത്ര കോടീശ്വരന്മാരുടെ ഭാര്യമാർ അവർ തുണിയില്ലാതെ നടക്കുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? എത്ര കോടീശ്വരന്മാരുടെ ഭാര്യമാർ തുണിയില്ലാതെ നടക്കുന്നുണ്ട്. അതേപോലെ സ്കൂളിലെ പിള്ളേർ തുണി ഇടുന്നില്ല. കാരണം പറഞ്ഞാൽ അവരുടെ ജിമിക്ക് കമ്മൽ കാണിക്കണം. ഇന്ന് മുസ്ലിം പെൺകുട്ടിയായിട്ട് ജനിച്ചു പോരുന്നുള്ള സങ്കടം പോകുന്നു. കാരണം തൊട്ടെ ഈ വീട്ടിലിരിക്കുന്ന സ്വർണ്ണങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. കാരണം മുസ്ലിം പെൺകുട്ടികൾക്ക് പിന്നെ ഇത്താമാർക്കും പിന്നെ വേറെ ഇളമറ പെൺകുട്ടികൾക്കൊക്കെ മുസ്ലിമായിട്ട് ജനിച്ചതിന് സങ്കടമാണ്. കാരണം തലമുടി കാണിക്കാൻ പറ്റുന്നില്ല, ജിമിക്ക് കമ്മൽ കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ കിണിക്കൊണ്ട് പോണേ കമ്മൽ, സ്വർണ്ണങ്ങൾ ഇഷ്ടംപോലെ സ്വർണ്ണം ഇരിക്കുമല്ലോ, വാരി കൂട്ടി വെച്ചിരിക്കുമല്ലേ. ഒരുത്തൻ്റെ മതിൽ പൊളിച്ചപ്പോൾ 1100 ഗ്രാം സ്വർണ്ണമായിട്ട് 1100 ഗ്രാം ഇതൊക്കെ വാരി കൂട്ടി വെച്ചിരിക്കുക ഇവർ. മുസ്ലിം ആയതുകൊണ്ട് കേട്ടോ ആ സ്വർണ്ണം ഉള്ളത്, മറ്റുള്ള ആൾക്കാർക്കില്ല. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു കൊച്ച് വസ്ത്രം ഇട്ടുകൊണ്ട് വന്നതിന് അങ്ങനെ നിങ്ങൾ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ കന്യാസ്ത്രീ തലയിൽ തുണിയെടുക്കാൻ പറ. കന്യാസ്ത്രീക്ക് തുണിയിടണമെന്ന് നിർബന്ധമുണ്ടോ? ഞങ്ങൾക്കും ഇസ്ലാമിൽ നിർബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുറാനിൽ എഴുതി വെച്ചിട്ടില്ല. ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹു താല ഖുറാനിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണുങ്ങളെ തലമണ്ടടിച്ച് പൊട്ടിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് അള്ളാഹു താല ഖുറാനിൽ എഴുതി വെച്ചിട്ടില്ല, ഹദീസുകളിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പെമ്മക്കളെയും ഭാര്യന്മാരും നിങ്ങൾ സൂക്ഷിച്ചോ, അല്ലെ അടുത്തവർ കണ്ടിട്ട് പല പ്രവൃത്തി ചെയ്യും. സൗന്ദര്യം കണ്ടിട്ട് പല പ്രവൃത്തി ചെയ്യും, പല കമൻറ്റുകൾ അടിക്കും, ചില ചെണ്ടിത്തനം കാണിക്കും. ചില സുന്ദരിയായ പെണ്ണുങ്ങൾ ചിലവരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, പിറ്റേ ദിവസം വൈകുന്നേരം പോയി പനിയാ. അങ്ങനത്തെ നോട്ടാ നോക്കണത് കേട്ടാ പി സി ജോർജ് ചേട്ടാ. ഇപ്പം നിങ്ങളെ ബൈബിളിലുണ്ടല്ലോ, അതിന് നിങ്ങളിപ്പോൾ BJP ആയില്ലേ, ബൈബിളിനെ വിശ്വാസം ഉണ്ടെന്ന് അറിയില്ല. പി സി ജോർജ് ചേട്ടൻ ഇപ്പോൾ BJP ആയതുകൊണ്ട് ബൈബിളിലെ കാര്യം വിശ്വാസം എന്നറിയില്ല. പക്ഷേ എന്നാലും ഞാൻ ബൈബിളിലെ കാര്യം പറഞ്ഞു തരിക. തലയിൽ തുണിയിടാതെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ലെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ. അച്ഛന്മാർ പറയുന്നത് ഈ പെണ്ണുങ്ങൾ തലയിൽ തുണിയിടാതെ ഇങ്ങനെ വന്ന് കാണിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കുർബാന പറയാൻ അറിയുന്നില്ല. കുർബാന പറയാൻ കഴിയുന്നില്ല. ശ്രദ്ധ വേറെ ഇതിലേക്ക് മാറുന്നുണ്ട്. തുണി എല്ലായിടത്തും വേണം. മോദീൻ്റെ അമ്മ ബാങ്ക് നോട്ട് നിരോധിച്ചപ്പം ബാങ്കിൽ വന്നപ്പോൾ തലയിൽ കൂടി തുണിയിട്ടിട്ടാണ് വന്നത്. ഗുജറാത്തികൾ തലയിൽ കൂടി തുണിയിടുന്നുണ്ട്. അന്ന പുരുഷനെ കാണുമ്പോൾ സാരിൻ്റെ തട്ടം മറിച്ചിടുന്നുണ്ട്. ഗുജറാത്തി പാരമ്പര്യമായ പെണ്ണുങ്ങൾ അതിലുകൊണ്ട് താഴെ തുണിയിടാതെ, അത് വേറെ കാര്യം. ജോർജ് ചേട്ടൻ്റെ ഇപ്പം ക്രിസ്ത്യാനികളെ ഇത് വിശ്വാസം ഉണ്ടെന്നറിയില്ല. ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ. ഈ ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു ക്രിസ്ത്യാനി സഭകളിൽ മൊത്തം ചർച്ചിൽ പോകുമ്പോൾ വെള്ള വസ്ത്രം മൊത്തം ധരിച്ചിട്ടാണ് പോണത്. വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് പോണത്. ആഫ്രിക്കൻ രാജ്യത്തിൽ മുഖമൊന്നും കാണിക്കുന്നില്ല. അവിടെ യേശുക്രിസ്തുവിൻ്റെ 10 കൽപ്പന എഴുതിയ പുസ്തകം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 10 കൽപ്പന. ചേട്ടന് പറഞ്ഞാൽ വിശ്വാസം അറിയില്ല, കാരണം ചേട്ടൻ BJP ആയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. 10 കൽപ്പന എഴുതിയ പുസ്തകം അതിനകത്തുണ്ടെന്ന്. പക്ഷെ അതിനകത്ത് വേറെ ആരെ പ്രവേശിക്കില്ല. അതിനകത്ത് ഒരു ഫാദർ മാത്രമേ പോവുള്ളൂ. ആ ചർച്ചിൽ പോകുമ്പോൾ ഈ ക്രിസ്ത്യാനി ആയ സ്ത്രീകൾ തല മൊത്തം മറിച്ച് മുഖമൊന്നും കാണിക്കാതെ പോണത്.
ശകലം ഒരു ഓട്ടയുണ്ടോ ഈ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ക്രിസ്ത്യാനികളിലും പറയുന്നുണ്ട്, സുറിയാനി ഭാഷയിൽ പറയുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് സുറിയാനി ഭാഷ പഠിപ്പിച്ചു തരില്ല. പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഇതല്ല എന്ന് പറയും. ഞങ്ങളെ മദ്രസയിൽ എല്ലാ പിള്ളേർക്കും അറിയാമല്ലോ. അറബി വാക്കിൽ ബാങ്കിൻ്റെ അർത്ഥം അറിയാം. അറബി വാക്കുകൾ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം. അറബി വാക്കുകൾ, കാരണം അത് പഠിപ്പിച്ചു കൊടുക്കും. കാരണം ഞങ്ങളെ പള്ളിയിൽ അത് പഠിപ്പിച്ചു കൊടുക്കുക. കാരണം എന്ന് പറയട്ടെ, മുമ്പിൽ ഇമാം നിൽക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നവൻ ഈ ഉസ്താദായി മാറും. ആ നിസ്കാരം നിറവേഹിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ മതപണ്ഡിതൻ പറഞ്ഞെന്ന് തരട്ടെ, ഒരു ഈ പൂജാരി ഹിന്ദിയിലാണ് പറഞ്ഞത് കേട്ടോ, മലയാളത്തിലല്ല. മലയാളത്തിലെന്ന് തോന്നുന്നു. ദൈവങ്ങൾക്ക് സംസ്കൃതം മാത്രമേ അറിയുള്ളൂ, മലയാളം ഒന്നും അറിയില്ല, വേറെ ഒരു ഭാഷ അറിയില്ലെന്നാണ് പറഞ്ഞത്. സംസ്കൃതം കൊച്ചുങ്ങളൊക്കെ പഠിപ്പിച്ച കേട്ടോ. കാരണം നിങ്ങളെ പ്രാർത്ഥന ദൈവത്തിന് അറിയില്ലെന്നാണ് പറയുന്നത്. വിഗ്രഹത്തിൻ്റെ അടുത്ത് പേജ് നിന്ന് പറയുമ്പോൾ സംസ്കൃതമായി പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള ഭാഷയൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. മലയാളം തീരെ അറിയില്ലെന്നാണ് പറയുന്നത് നിങ്ങളെ ദൈവത്തിന്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഒരു പൂജാരി പറഞ്ഞതാണ്. ഒരു പെണ്ണ് സ്കൂളിൽ ഒരു പർദ്ദ ഇട്ടുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ എന്നാ കഴപ്പാ, ചൊറിയുന്നോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊറിയുന്നോ? മാന്യായ വസ്ത്രമല്ലേ ഇട്ടുണ്ടെന്നുള്ളൂ. അപ്പം നിങ്ങൾ അഭിനന്ദിക്കണല്ലേ? ചില സിസ്റ്റർമാർ അവരൊക്കെ അഭിനന്ദിക്കുന്നല്ലോ ആ തുണിയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ. ചുമ്മാ വർഗീയം പറയല്ല ചേട്ടാ. കാരണം നിങ്ങൾക്ക് ബൈബിൾ വിശ്വാസം ഉണ്ടെന്നറിയില്ല, BJP ആയതുകൊണ്ടേ ആണ് ഞാൻ പറഞ്ഞത്. എല്ലാ മതത്തിലും പറഞ്ഞിട്ടുണ്ടോ മദ്യപിക്കണമെന്ന്? നിങ്ങളെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ക്രിസ്മസിനൊക്കെ മദ്യം അടിച്ച് വാള് വെച്ച് നാശാക്കി തെറിയൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗീതയെ പറഞ്ഞിട്ടുണ്ടോ? ഓണത്തിന് കള്ളും കുടിച്ച് പൂശായിട്ട് മക്കളെയൊക്കെ തെറി പറഞ്ഞ് ഓടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിടത്തും പറഞ്ഞിട്ടില്ല. വ്യഭിചാരം, മദ്യപാനം ഇതൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. മോഷണം പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഒരു ഭാഗത്തിലും പറഞ്ഞിട്ടില്ല. സൂക്ഷിച്ച് സംസാരിക്കുക. ഒരു പെങ്കൊച്ച് അവരുടെ ആഗ്രഹം വീട്ടിലായത്. ഈ പെണ്ണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പിന്നെ കോടതി ഭാഗതര അവിടെ പിന്നെ ഞങ്ങളെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കാനൊന്നും ഒരു മുസ്ലിങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ശബരിമലയിൽ ഒരു പെണ്ണ് വന്നപ്പോൾ എയർപോർട്ട് തടഞ്ഞില്ലേ? ശബരിമലയിൽ പോകാൻ വേണ്ടി ഒരു പെണ്ണ് വന്നപ്പോൾ എയർപോർട്ട് തടഞ്ഞില്ലേ നിങ്ങൾ ഈ ഹിന്ദുക്കൾ? ഞങ്ങളായതുപോലെ സിന്ദാബാദ് വിളിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. അത് കോടതി മോഹാന്തരം അതിനെ ശരിയാക്കിയില്ലേ? ഇത്രേ ഉള്ളൂ. പിന്നെ ജമ്മ കറന്നുകൊണ്ട് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ട് കുറേ അത് ഇത് പറയുന്നുള്ളൂ. സംഘിക അവർക്ക് വിവരമില്ല. ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ദേഷ്യം വരും. സംസ്കൃതം പഠിക്കുക കേട്ടോ, ദൈവത്തിന് മനസ്സിലാകണമെങ്കിൽ.